ഹലോ ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ യൂട്യൂബിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആയിരിക്കും. ഭയങ്കര കാര്യത്തിൽ ഞാനിപ്പോൾ എൻ്റെ ഓൺ വോയിസെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗാലറി എടുത്ത് നോക്കിയപ്പം ഭയങ്കര നോയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് മ്യൂട്ട് ചെയ്യേണ്ടി വന്നു. ഞാൻ യൂഷ്വലി ഷോപ്പ് ചെയ്യുമ്പം ഇതുപോലെ ലിസ്റ്റ് ഉണ്ടാക്കി അതിനനുസരിച്ചിട്ടായിരിക്കും സാധനം മേടിക്കൽ. ലിസ്റ്റിലില്ലാത്ത സാധനം എന്തായാലും ലാസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് ഷോപ്പ് ചെയ്യുന്നത് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ്. ഇവിടെ എൻട്രൻസിൽ തന്നെ വാച്ചസിൻ്റെ എന്തോ ഡിസ്കൗണ്ട് സെല്ലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ട്രോളി എടുത്ത് റെഡിയായി അങ്ങ് ഇറങ്ങി. ഇന്ന് കുറച്ചധികം സാധനം വാങ്ങിക്കാനുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോൾ 2 സാധനങ്ങളാണെങ്കിൽ പോലും ഞാൻ ട്രോളിങ് കൊണ്ടേ പോകും. അതെന്തോ ശീലമായിപ്പോയി. പിന്നെ ലിസ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് ഇന്ന് കുക്കിംഗ് ഓയിൽ വാങ്ങണം. അപ്പം അതങ്ങ് വാങ്ങി. കിൻഡർ ജോയിൻ്റെ ഡ്യൂപ്പ്. പക്ഷെ നമുക്ക് ഇതിന് ഒറിജിനൽ കിൻഡർ ജോയ് മേടിക്കണം. കിൻഡർ ജോയ് കണ്ടപ്പോൾ അത് വാങ്ങാമെന്ന് ചോദിച്ചു. ഇത് ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല, എന്നാലും സാറില്ല. ഞാൻ പാക്ക് ഓഫ് 3 ആണ് എടുത്തിട്ടുള്ളത്. ബോയ്സിൻ്റെ ആണെങ്കിൽ കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ടോയ്സ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എടുത്തേ. അപ്പോൾ ഇപ്പം കാണുന്നത് സ്പൈസസും നട്ട്സിൻ്റെ എല്ലാം സെക്ഷനാണ്. അവിടെ ഒന്നും വാങ്ങിക്കാനില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സാധനം വാങ്ങിക്കാൻ വരുന്നതുകൊണ്ട് ഇവിടുത്തെ മിക്ക സെക്ഷൻസും നമുക്കറിയാം. ഇപ്പം ഞാൻ ആ സെക്ഷനിൽ കയറുമ്പോൾ ഹസ്ബൻഡ് ബാക്ക് എന്ന് പറയുമായിരുന്നു, ഇവിടെ നമുക്കൊന്നും വാങ്ങിക്കാനില്ലല്ലോ. പക്ഷെ ഞാൻ പറയുന്നുണ്ട്, സാറിന് നമുക്ക് കാണാമല്ലോ. പുട്ടുപൊടി കണ്ടപ്പോൾ പുട്ടും കടലക്കറിയും തിന്നാൻ തോന്നി. അതുകൊണ്ട് ഒരു പുട്ടുപൊടിയും കടലയും എടുത്തു. ഇത് രണ്ടും ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ ഫ്രോസൺ ചിക്കനാണ് വാങ്ങൽ. ഇത് വാങ്ങിച്ചാൽ ജസ്റ്റ് ഫ്രീസറിൽ കയറ്റി നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതിനെ ഡീഫ്രോസ്റ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഫ്രഷ് ചിക്കനാണ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് അന്ന് തന്നെ വെച്ചില്ലെങ്കിൽ പിന്നെ അതൊരു ടേസ്റ്റും ഉണ്ടാവില്ല. അത് കുറേ കാലം എന്നല്ല, കുറേ നാൾ ഫ്രിഡ്ജിലിരിക്കില്ല. സോ ഇത് ഫ്രോസൺ ചിക്കൻ വാങ്ങിച്ചു. ബാക്കിൽ നിന്ന് ഒരാൾ പറയുന്നുണ്ട്, ഇതിപ്പോൾ ലിസ്റ്റ് ആക്കിയിട്ടെന്ന കാര്യം, ലിസ്റ്റിനെക്കാട്ടിയും കൂടുതൽ സാധനങ്ങളുണ്ടല്ലോ എന്ന്. ഐസ്ക്രീം കണ്ടാൽ എന്തായാലും വാങ്ങിക്കണമെന്നുണ്ടോ. പക്ഷെ ഞാൻ കുറച്ച് കാലമായിട്ട് ഇപ്പം ഐസ്ക്രീം നിർത്തി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് അൽറവാപ്പിൻ്റെ സ്ട്രോബെറി മിൽക്ക്. ഇത് ഞാൻ എല്ലാ സൂപ്പർ മാർക്കറ്റിൽ പോയാലും ഒന്ന് വാങ്ങിക്കും. സ്ട്രോബെറി മിൽക്ക് അല്ലെങ്കിൽ ഡേറ്റ്സ് മിൽക്കോ ബനാന മിൽക്കോ എന്തെങ്കിലുമായിട്ട് വാങ്ങിക്കും. അത് നമ്മൾ വറവാക്കുന്ന ചക്കയില്ലേ, അതായിരുന്നു. അപ്പോൾ അതാക്കാനും വൃത്തിയാക്കാനെല്ലാം അറിയായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും എടുത്തേനെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. പിന്നെ ബാക്കി പച്ചക്കറിയെല്ലാം വാങ്ങിച്ചു. ഉരുളക്കിഴങ്ങ്, ഉള്ളിയെല്ലാം. ഇതെല്ലാം ഒരാഴ്ചക്ക് ആവശ്യമുള്ള അളവിലേ വാങ്ങാറുള്ളൂ. അതിൽ കൂടുതൽ വാങ്ങി സ്റ്റോക്ക് ചെയ്യലൊന്നുമില്ല. അപ്പോൾ അതെല്ലാം വാങ്ങിച്ചു. ഒരു പാക്ക് മഷ്റൂമും എടുത്തു. അത് എനിക്ക് ആക്കാൻ അറിയില്ല, ഇനി യൂട്യൂബ് നോക്കി പഠിക്കണം. ഇഞ്ചി എടുത്ത് വെളുത്തുള്ളി എടുത്ത് തക്കാളി എടുത്തു. എത്ര മീനുണ്ടെങ്കിലും ലാസ്റ്റ് ഞാൻ വാങ്ങുന്നത് ചെമ്മീനെയാവും. അപ്പോൾ ഇന്നും ഞാൻ ചെമ്മീൻ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് കണ്ട പാക്ഡ് കോക്കനട്ട് ചട്നി, ID കമ്പനീൻ്റെ. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ടൊമാറ്റോ ചട്നി ഉണ്ടായിരുന്നു. ഇത് ഇടിയപ്പം. മുമ്പ് ഞാൻ എപ്പോൾ എടുക്കലുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. പക്ഷെ ഇപ്പം അത് കഴിച്ച് മടുത്തു. സാധാരണ രീതിയിൽ ഞാൻ ഇവിടെ വന്ന പേസ്ട്രി എല്ലാം വാങ്ങേണ്ടതാണ്. പക്ഷെ ഇപ്രാവശ്യം എടുത്തില്ല. ഈ ഒരു റെഡി ടു ഈറ്റ് പാൻ കേക്ക് ഞാൻ ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ എവിടെയും കണ്ടില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട്. ഈ ആഴ്ച വന്നപ്പോൾ ഇവിടെ കപ്പയും മീൻകറിയും മഷ്റൂം കറി, പനീർ ബട്ടർ മസാല, BDF അങ്ങനെ കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വീട്ടിൽ ഭക്ഷണം ആക്കിയതുകൊണ്ട് ഇവിടുന്ന് വാങ്ങേണ്ടി വന്നില്ല. അങ്ങനെ ഈ ആഴ്ചത്തെ പരിപാടി കഴിഞ്ഞു. 5 മണിക്ക് തുടങ്ങിയ ഷോപ്പിംഗ് 6:45 തീരാൻ. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു. എഡിറ്റ് ചെയ്യാൻ ഗാലറി തുറന്നപ്പോൾ മനസ്സിലായി ഇതിനും ഓഡിയോ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടൈം ചെയ്യുന്നതല്ലേ, അപ്പോൾ അതിൻ്റെതായ മിസ്റ്റേക്ക് ഉണ്ടാവും. നെക്സ്റ്റ് ടൈം നമുക്ക് റെഡിയാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഭക്ഷണം ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ 2 ചോറ് വയ്ക്കാൻ തോന്നി. അപ്പോൾ നേരെ ചോറുകടയിലേക്ക് പോയി. ഈ പെയിൻറ്റിങ് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടില്ലേ. ഇവിടെ അത്യാവശ്യം വേഗം ഫുഡ് സെർവ് ചെയ്യും. നമ്മളങ്ങ് വിശന്നിരിക്കേണ്ടി വരില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ ചോറും കറിയെല്ലാം വന്നു. ഇവിടുത്തെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആ പുളിയിഞ്ചിയാണ്. അപ്പോൾ ചോറെല്ലാം വെച്ച് വയറെല്ലാം ഭയങ്കരമായിട്ട് നിറഞ്ഞു. ആ തിരക്കിൻ്റെ ഇടയ്ക്ക് ഔട്ട്ഡ്രോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോൻ്റെ ഔട്ട്ഡ്രോക്ക് ഈ ഒരു ക്ലിപ്പ് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.
അപ്പോൾ ദെൻ ബൈ.